80കളിൽ മലയാള സിനിമയിൽ ഏറ്റവും വില കൂടിയ താരമായിരുന്നു ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളത്തിലെത്തിയ ശങ്കർ പിന്നീട് മലയാള സിനിമയെ കുറേ കാലം നിയന്ത്രിച്ചു. ശങ്കറിൻ്റെ ഡേറ്റിന് പൊൻവിലയായിരുന്നു അന്ന്. ശങ്കറിൻ്റെ ചിത്രങ്ങളിൽ ഉപനായക വേഷം ചെയ്തും വില്ലൻ വേഷം ചെയ്തുമാണ് മോഹൻലാൽ രംഗത്ത് എത്തുന്നതും പിന്നീട് സൂപ്പർ താരം ആകുന്നതും. സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കെ ശങ്കർ സിനിമയിൽ നിന്ന് മടങ്ങിപ്പോയി. സിനിമ ഉപേക്ഷിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരേ തരത്തിലുള്ള വേഷങ്ങളായിരുന്നു, റൊമാൻറ്റിക് വേഷങ്ങളായിരുന്നു ലഭിച്ചത്. റൊമാൻറ്റിക് വേഷങ്ങളും ആക്ഷൻ വേഷങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ വ്യത്യസ്തമായ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹം സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രണയമാണ്. നടി അംബികയും ശങ്കറും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. അംബികയും ശങ്കറും കുറേ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഗുഹ അടക്കമുള്ള ചിത്രങ്ങളിൽ. അംബികയും ശങ്കറും തമ്മിലുള്ള പ്രണയം അന്നത്തെ മാധ്യമങ്ങൾ, സിനിമാ വാരികകൾ ആഘോഷിച്ചു. ഒരുപാട് ഗോസിപ്പുകൾ ഇരുവരെയും പറ്റി ഇറങ്ങി. ഇരുവരും വിവാഹിതനാകുന്നു എന്ന വാർത്തയും പിന്നാലെ വന്നു. സിനിമാ മംഗളം ലേഖകൻ പല്ലിശ്ശേരിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു. എന്നാൽ പിന്നീട് അംബിക ശങ്കറിനെ വിവാഹം കഴിച്ചില്ല. അതിന് കാരണം അംബികയുടെ താരമൂല്യം ഉയർന്നതാണ്. അംബിക തമിഴ്നാട്ടിലെത്തി, തെലുങ്കിലെത്തി, വലിയ താരമായി മാറി. തെന്നിന്ത്യയിലെ സൂപ്പർ നടിയായി അംബിക മാറിയപ്പോൾ ശങ്കറിനെ അവഗണിച്ചു. ശങ്കറിൻ്റെ പ്രണയം പൊലിഞ്ഞു. ശങ്കർ അതോടെ മലയാള സിനിമയിൽ നിന്ന് അകന്നു നിന്നു. മറ്റൊരു പ്രണയത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഇംഗ്ലണ്ടിലുള്ള സൈക്കോളജിസ്റ്റുമായി അദ്ദേഹം മലയാള സിനിമ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. പ്രണയത്തിൻ്റെ നോവ് എപ്പോഴും ശങ്കറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സിനിമ കരിയറിനെ ബാധിച്ചു. മോഹൻലാൽ ഇടിച്ചു കയറുകയും ചെയ്തു ആ സ്ഥാനത്ത്. മോഹൻലാൽ പിന്നീട് ശങ്കർ തിരികെ എത്തിയപ്പോൾ, സിനിമയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചപ്പോൾ ശങ്കറിൽ നിന്നും സിനിമ ഒരുപാട് അകന്നുപോയി. ശങ്കറിൻ്റെ കാലത്തിൽ നിന്നും സിനിമ അകന്നുപോയി. മാത്രമല്ല, ശങ്കറിൻ്റെ വേഷങ്ങൾ ചെയ്യാൻ പുതിയ പുതിയ താരങ്ങൾ വന്നു. ജയറാം അടക്കമുള്ള താരങ്ങൾ വന്നു. അതോടെ ശങ്കറിന് ഒരു ഡിമാൻഡും ഇല്ലാതായി മാറി. ശങ്കർ ഒരു കാലത്ത് പൊൻവിലയുള്ള താരമായിരുന്നു. ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് തൻ്റെ വീടിന് മുന്നിൽ നിർമ്മാതാക്കളുടെ ക്യൂ ആയിരുന്നു. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ക്യൂ ആയിരുന്നു ഡേറ്റിന് വേണ്ടി. ഡേറ്റ് പരമാവധി എല്ലാവർക്കും ഡേറ്റ് കൊടുക്കാൻ താൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല, അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരവും ശങ്കറായിരുന്നു. അദ്ദേഹം മദ്രാസിൽ ഒരു ഗംഭീര ബംഗ്ലാവ് തന്നെ വാങ്ങി അക്കാലത്ത്. എന്തായാലും ശങ്കറും അംബികയും തമ്മിലുള്ള പ്രണയവും അംബിക ശങ്കറിനെ തേച്ചതും ഒക്കെ ഒരു കാലത്തെ തലമുറയ്ക്ക് അറിയാം. ആ തലമുറ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവർക്കറിയാം ഈ പ്രണയത്തിൻ്റെ തീവ്രതയും ഈ പ്രണയം ശങ്കറിനെ തകർത്തത് എങ്ങനെയെന്നും ഒക്കെ. ശങ്കറിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു അംബികയുമായുള്ള പ്രണയ തകർച്ചയിൽ മനസ്സ് തകർന്നില്ലെങ്കിൽ. പക്ഷേ ഈ പ്രണയ തകർച്ചയിൽ ശങ്കറിൻ്റെ മനസ്സ് തകർന്നുപോയി. പിന്നീട് അദ്ദേഹം സിനിമയെ പോലും വെറുക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിൽ എത്തി. അതാണ് ശങ്കറിന് സംഭവിച്ചത്. എന്തായാലും ശങ്കർ പിന്നീട് മലയാള സിനിമയിൽ ഇല്ലാതായി മാറി. ശങ്കറിൽ നിന്ന് മലയാള സിനിമ ഒരുപാട് ദൂരം അകന്നു പോവുകയും ചെയ്തു. ഒരു കാലത്ത് ശങ്കറില്ലാതെ മലയാള സിനിമ ഇല്ലായിരുന്നു. 80കളിൽ ഒരു വർഷം 25-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത്ര തിരക്കായിരുന്നു. മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുണ്ട്, അല്ലാത്ത അദ്ദേഹത്തിൻ്റെ വൺ മാൻ ഷോ കൊണ്ട് ഹിറ്റായ ചിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട്. ഒരു തലമുറ ആ ചിത്രങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് ഒരു ഗൃഹാതുരതയോടെ. എന്തായാലും അംബികയും ശങ്കറും തമ്മിലുള്ള പ്രണയം മലയാള സിനിമയിലെ ഒരു കോളിളക്കം സൃഷ്ടിച്ച സംഭവം തന്നെയായിരുന്നു.